ഹജ്ജിലുടനീളം ഹാജിമാര് മുഴുവൻ ഒരേ വസ്ത്രം ധരിച്ച് ഒന്നിച്ചു ചേരുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാകണമെന്ന് അതിന്റെ ഒരു ചിത്രമാണ് ഹജ്ജിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനോഹരാണ്. നമ്മുടെ വർണ്ണ, ദേശ, ഗോത്ര, ഭാഷ, വൈവിധ്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ച്, അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന അസൂയ, പക, വിഭാഗീയത, ശത്രുത, വിദ്വേഷം, വൈരാഗ്യം അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് നമ്മളൊരു ശരീരം പോലെ പരസ്പരം സഹോദരങ്ങളാണെന്ന് നമ്മൾ പോലും അറിയാതെ ഹജ്ജിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം അതിനിടയിലുള്ള പരസ്പര സഹകരണം. അപ്പൊ നമ്മൾ സ്വയം ക്ഷീണം പോലും വകവെക്കാതെ ഓരോ ആളുകളും അവരുടെ ഭക്ഷണവും ഇരിപ്പിടം എല്ലാം മറ്റുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഒരാൾ അവിടെ വാശി പിടിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിന്റെ 9-ാമത്തെ വചനത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ട ഒരു ഗുണം, പരസ്പരം വേണ്ട ഒരു ഗുണത്തെ സംബന്ധിച്ച് യസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവര് സ്വന്തത്തേക്കാൾ മറ്റുള്ള ആളുകൾക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അത് സമാനമായിട്ടുള്ള നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. സ്വന്തം സഹോദരൻ താൻ ഇഷ്ടപ്പെടുന്ന സ്വന്തം സഹോദരന് അതേ രൂപത്തിലുള്ള ഹദീസുകൾ. അപ്പൊ അവിടെയെല്ലാം നമ്മൾ പോലും അറിയാതെ ആ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു കൊച്ചു രൂപം, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് മുസ്ലിം ലോകത്തിന്റെ ഹൃദയമിടിപ്പാണ് ഹജ്ജ് എന്നെല്ലാം പറയാറുണ്ട്. എല്ലാം മറന്ന് നമ്മൾ ഒരു ശരീരം പോലെ ഒന്നിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ്. എല്ലാ ആളുകളും ഒരേ പ്രവൃത്തി, ഒരേ വസ്ത്രം, ഒരേ മന്ത്രങ്ങൾ, ഒരേ സ്ഥലം, ഒരേ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരുമ. സുബ്ഹാനല്ലാഹ്. അവിടെ ജാതിയോ മതമോ ഒരു വിഭാഗീയത ഒന്നും അവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പറയുന്ന സന്ദർഭത്തിൽ ഓർക്കുന്നത് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതത്തിലുടനീളം പ്രവർത്തിച്ച പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് മാൽക്കം എക്സ് റഹിമഹുല്ലാ. അപ്പൊ നേരത്തെ മരണപ്പെട്ട മുഹമ്മദ് അലി റഹിമഹുല്ലാ, നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചറിയാം. അദ്ദേഹത്തെ പോലും സ്വാധീനിക്കപ്പെട്ട വ്യക്തിയാണ് മാൽക്കം എക്സ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചാൽ അദ്ദേഹം വളരെ മോശം ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു ആദ്യത്തിൽ. പിന്നീട് ഒരു ക്രിമിനൽ കേസിൽ അദ്ദേഹം ജയിലിൽ അകത്തായ സന്ദർഭത്തിൽ ആ ജയിലിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ ദഅവത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതോടുകൂടി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അമേരിക്കയിൽ ഉണ്ടായിരുന്ന നാഷൻ ഓഫ് ഇസ്ലാം എന്നറിയപ്പെടുന്ന ഒരു പിഴച്ച സംഘടന, എലീജ മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു പിഴച്ച കക്ഷികളായിരുന്നു അവർ. ആ സംഘടനയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഈ ബോക്സർ മുഹമ്മദ് അലി റഹിമഹുല്ലാ അദ്ദേഹവും തുടക്കത്തിൽ ഈ സംഘടനയിൽ ഉണ്ടായിരുന്നു. അവസാനം ആ സംഘടനയുടെ അവരുടെ പിഴച്ച വാദങ്ങളെല്ലാം മനസ്സിലാക്കിയ അദ്ദേഹം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്താൽ യഥാർത്ഥ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് എത്തി. അദ്ദേഹം പക്ഷേ വെളുത്ത വർഗ്ഗക്കാർ അദ്ദേഹം അങ്ങേയറ്റം വെറുത്തു എന്നുള്ളതാണ്. കാരണം കറുത്ത വർഗ്ഗക്കാർ അവർ കാണുന്നത് അതേ രൂപത്തിൽ അദ്ദേഹം വെളുത്ത വർഗ്ഗക്കാരെ സംബന്ധിച്ച് ചിന്തിച്ചു, അദ്ദേഹം വിലയിരുത്തി. അതുകൊണ്ട് തന്നെ വെളുത്ത വർഗ്ഗക്കാർ അദ്ദേഹത്തെ തീവ്ര വംശീയവാദിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തെ അവസാനം അവർ വധിക്കുകയാണ് ചെയ്തത്. ഏതായിരുന്നാൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ 1964 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ വരുന്നുണ്ട്. സൗദി ഭരണകൂടത്തിന്റെ പ്രത്യേക അതിഥിയായിട്ട് അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ വന്നു. ആ ഹജ്ജ് അദ്ദേഹം പറയുന്നുണ്ട്, ആ ഹജ്ജ് എന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുഴുവനും മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഹജ്ജിന് ശേഷം എഴുതിയ ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, 10,000-കണക്കിന് മനുഷ്യർ അവർക്കിടയിൽ കറുത്തവനോ വെളുത്തവനോ വ്യത്യാസമില്ലാതെ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ ആചാരം അവർ പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് നടത്തുകയാണ്. ആ കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള